ക്വസ്റ്റ്യൻ: പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻസ്: പി കൃഷ്ണപിള്ള, കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ മാധവൻ നായർ. ആരാണ് പയ്യന്നൂരിലെ കേരളത്തിൻ്റെ ഉപ്പു സത്യാഗ്രഹത്തിലെ പ്രധാന കേന്ദ്രമായിരുന്നു പയ്യന്നൂർ. ആരാണ് അവിടെ നേതൃത്വം നൽകിയത്? കെ കേളപ്പൻ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടി നോക്കാം. 1930 ഏപ്രിൽ മാസത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കാൽനടയായി എത്തുകയും ഉളിയത്ത് കടവിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. എന്താണ്? 1930 ഏപ്രിൽ മാസത്തിൽ എവിടെ നിന്നാണ് പോയത്? കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കാൽനടയായി എത്തുകയും എവിടെ വെച്ചാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? അവിടുത്തെ ഉളിയത്ത് കടവിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. എ വി കുട്ടിമാളു അമ്മ, എൻ എസ് പ്രഭു, ഈശ്വരി അമ്മ എന്നിവർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രമുഖരായ സ്ത്രീകളാണ്. ആരൊക്കെയാണ്? എ വി കുട്ടിമാളു അമ്മ, എൻ എസ് പ്രഭു, ഈശ്വരി അമ്മ എന്നിവരായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാന സ്ത്രീകൾ. ഇനി ഗാന്ധിയോടൊപ്പം കേരളത്തിൽ നിന്ന് പോയ മലയാളികൾ ആരൊക്കെയാന്ന് നോക്കാം. ടൈറ്റസ് കോട്ടയത്ത് നിന്നുള്ള ആളാണ്. സി കൃഷ്ണൻ നായർ നെയ്യാറ്റിൻകരയിൽ നിന്ന്, രാഘവ പൊതുവാൾ ഷൊർണൂറിൽ നിന്ന്, ശങ്കർജി മായന്നൂരിൽ നിന്ന്. ഇവരാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത മലയാളികൾ. ആരൊക്കെയായിരുന്നു? ടൈറ്റസ്, സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ, ശങ്കർജി എന്നിവർ. സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയും 78 അനുയായികളും 1930 മാർച്ച് 12 സബർമതിയിൽ നിന്നും ദണ്ഡി മാർച്ചിന് ആരംഭം കുറിച്ചു. എന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്നാണ്? 1930 മാർച്ച് 12. എവിടെ നിന്നാണ് തുടങ്ങിയത്? ഗാന്ധിജി അനുയായികളും ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 12. എത്ര പേരായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്? ഗാന്ധിജിയോടൊപ്പം 78 അനുയായികളും ഉണ്ടായിരുന്നു. സിവിൽ നിയമലംഘന സമരം നടത്തുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയത് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ പ്രത്യേകത വേറൊന്നും കൂടിയുണ്ട്. 1930 ജനുവരി 26 പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാലും 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. നെക്സ്റ്റ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ ഖുദായ് കിത് മത് ഗാഡ്, അതായത് ദൈവസേവകർ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും സിവിൽ നിയമലംഘന സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആരുടെ നേതൃത്വത്തിലാണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. 1931 ഗാന്ധി ഇർവിൻ സന്ധി നിലവിൽ വന്നതോടെ സിവിൽ നിയമലംഘനം അവസാനിച്ചു. എന്നാണ്? 1931 ഗാന്ധി ഇർവിൻ സന്ധി നിലവിൽ വന്നത്. ഗാന്ധിയും ഇർവിൻ സന്ധി ഒപ്പുവെച്ചതെന്നാന്ന് ചോദിച്ചാൽ 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ സന്ധി. കോൺഗ്രസ് ഔദ്യോഗികമായി സമരം പിൻവലിച്ചത് 1934 ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരം ഗാന്ധി അംഗീകരിച്ച വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിവിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കും, എല്ലാ വിദേശ സാധനങ്ങളും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കില്ല, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യക്കാർ പങ്കെടുക്കും, പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ഇന്ത്യക്കാർ അന്വേഷണം ആവശ്യപ്പെടില്ല എന്നീ വ്യവസ്ഥകളാണ് ഗാന്ധിജി അംഗീകരിച്ചത്. താങ്ക് യു.